ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ മുമ്പിട്ട ഓരോ വീഡിയോസിൻ്റെയും താഴെ എല്ലാവരും വന്നിട്ട് നിങ്ങൾ ചെടി സെയിൽ ചെയ്യുമോ, കമ്പ് തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്നില്ല, കമ്പ് എടുക്കാനും വിത്തെടുക്കാനും ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഇത് വന്നിട്ട് പറയുമ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും ഒന്ന് പോയി കാണട്ടോ, എന്നാൽ പിന്നെ ഈ ഒരു ചോദ്യം വരില്ലല്ലോ. പിന്നെ ഓരോ കമൻസിനുള്ള റീപ്ലൈയും ഞാൻ തരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് ചെടി എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ. അത് ആദ്യം തീരെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന അന്നേരം അവിടെ പൂന്തോട്ടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോള് ഞങ്ങൾക്ക് തന്നതാണ്. ആ ഒരു വർക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് തന്നെ പറയണം. കാരണം ചെടി എന്നുള്ളത് എനിക്കൊരു ജീവനായിട്ട് മാറിയിട്ടോ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് ലൈഫിൽ ഒരു മോറലാക്കി എടുക്കരുത് കേട്ടോ. ചെടി എന്ന് പറയുന്നത് നമ്മളൊരു സൈഡ് മാത്രമാണ്. ഈ ഒരു ചെടിക്ക് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക? ഇവിടെ തോട്ടവാഴ അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട്. ഇതിൻ്റെ 5 കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഇത് ഒന്ന് വിരിഞ്ഞതാണ്. പിന്നെ ഒരുപാട് മൊട്ടുകളും ഇതിനകത്തുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ റെഡും പിന്നെ ഇതിൻ്റെ പീച്ച് യെല്ലോ, ഈ 3 കളറും ഇതേ ഫ്ലവറിൽ എൻ്റെ അടുത്തുണ്ട്. ഇതേ ചെടിയിൽ പെട്ട എന്നാൽ ഫ്ലവറിന് കുറച്ചൊരു മാറ്റമുള്ള 2 കളർ വേറെയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് കട്ട ഓറഞ്ച് എന്നൊക്കെ പറയുമല്ലോ, വെയിലടിച്ചാലും കേട്ടോ നല്ല ഗ്ലേസിങ്, അതിന് ഭയങ്കര തിളക്കുക ഈ ഒരു പോപ്പിക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൂക്കളുള്ള ചെടികളോടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇലച്ചെടികളോട് അത്ര തന്നെ വലിയൊരു ക്രൈസ് എനിക്കില്ല, എന്നാലും ഇലച്ചെടികളും എൻ്റെ അടുത്തുണ്ട്. ഇലച്ചെടികൾ നല്ല തിക്കായിട്ട് വളർന്നാൽ പൂക്കളുള്ള ചെടികളെക്കാട്ടിലും ഭംഗി ഇലച്ചെടികൾക്ക് തന്നെയാണ് കേട്ടോ. അതാവുമ്പോൾ പിന്നെ മുട്ടുണ്ടായോ ഫ്ലവർ ഉണ്ടായോ എന്നിങ്ങനെ നോക്കി നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഏതൊരു ചെടിയാണെന്ന് വെച്ചെങ്കിലും ഉള്ളത് ഒരുപാട് തൈകളായിട്ട് പാകുമ്പോഴാണ് ഏറ്റവും ഭംഗി കാണാൻ. ഒരെണ്ണം മാത്രമാകുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ റോസിലൊക്കെ ഒരുപാട് കള പറിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്, ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അതൊക്കെ ഒന്ന് കള പറിച്ചിട്ട് ഇനിയൊക്കെ ഒന്ന് ചട്ടിയും ഒക്കെ ഒന്ന് ഉഷാറാക്കണം എന്ന് കരുതുന്നുണ്ട്. പച്ചപ്പുല്ല് പതിച്ചതുപോലെയാണ് ഇപ്പോൾ കള അതിൽ നിൽക്കുന്നത്. അതൊക്കെ ഒന്ന് ഏതെങ്കിലും റെഡിയാക്കണം. കുറേ ചട്ടികൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടൈം കിട്ടിയാൽ എന്തായാലും ഒക്കെ റെഡിയാക്കണം. പിന്നെ ഇത് ആ തോട്ടവായൻ്റെ വിത്താണ് കേട്ടോ. ഇതിനകത്ത് വിത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് കേട്ടോ ചെടികളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.